ഹലോ. മാജിക് മോർണിംഗ് ടു ആൾ. എനിക്കിവിടെ ചെറിയൊരു പവർ കട്ടിന്റെ ഇഷ്യൂ ഉണ്ട് ചെയ്യാത്തെ. ഓക്കെ, എനിവേ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് മാക്സിമം ഓൺ ചെയ്തിരിക്കാവോ? ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. മാജിക് മോർണിംഗ് മാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷന്റെ പോസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാരിറ്റി മെന്റ് ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ആയിട്ടുള്ള നമ്മുടെ സേഫ് സേർഡ് സെഷനാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സേഫ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. സേഫ് സർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മാജിക് മോർണിംഗ്, ഇതാരും കാണാത്ത? എന്റെ മൊബൈലിന്റെ കംപ്ലൈന്റ് ആണോ അതോ ക്യാമറ ഓൺ ആക്കാഞ്ഞിട്ടാണോ? എനിക്കും 2 പേരെ, അപ്പൊ 3 പേരെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിവിടെ കറണ്ട് ഇഷ്യൂ ഉണ്ട്, അതാണ് എനിക്ക് ഓൺ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ എല്ലാരും ഓൺ ആക്കി. ഞാൻ വിചാരിച്ചു എന്റെ മൊബൈൽ കംപ്ലൈന്റ് ആയ, ആരും കാണുന്നില്ല. ഓക്കെ സേഫ് സാർ, നമുക്കിപ്പോ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ, പറയാൻ പറ്റില്ല. ഇത് എപ്പോഴാ കേട് വരുന്ന പറയാൻ പറ്റില്ലല്ലോ. ഇലക്ട്രിക് ഇതല്ലേ. പണ്ട് സ്കൂട്ടറിന്റെ ആലോചിച്ച് ഓർമ്മയുണ്ട്, അതേമാതിരി ആലോചിക്കണ്ട. ശരിയാണ്. അത് ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയും വർക്ക് ചെയ്യും. ഇപ്പൊ ചിന്തിക്കാനേ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഷമ്മിലി, ഷാജൻ സാറ്, രഞ്ജിത്ത് ഒക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയാണ് കാണട്ടെ നിങ്ങളാന്ന്. സ്ഥിരമായിട്ട് ക്യാമറ ഓൺ ആക്കണ വേറെ ആൾക്കാരുണ്ടല്ലോ. ദീപ, സാറേ ഇവിടെയും കറണ്ട് പോയി. സാറേ ഇവിടെയും ദീപ കറണ്ട് പോയി. ഇരുട്ടത്താണോ? കറണ്ട് പോയി സാറേ. അതെ. ഇൻവെർട്ടർ ഇല്ല. ഇരുട്ടത്താണ്. ഇതെന്താണ് നിങ്ങളെല്ലാരും ഇരുട്ടത്താക്കിയോ? ഇൻവെർട്ടർ പോയി. ഇൻവെർട്ടർ ബാക്കപ്പ് ഇല്ല, പോയി. ആഹാ, കരിമല ഏറ്റ കോണൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ല? ഇപ്പൊ വരും കേട്ടോ. പിന്നെ സാറ് വെയിറ്റ് ചെയ്തിരിക്കൂ. സാറേ സാറുള്ള വീട് നാട്ടിലെവിടെയാ? ഞാൻ ഒതുക്കുങ്ങൽ. എവിടെ? മലപ്പുറം ഒതുക്കുങ്ങൽ. ഞാൻ കോഴിക്കോടാണ്. എന്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. അറിയാം. മറ്റേ വൈഫിന്റെ ഇതിലൊക്കെ കയറിയത്. അവരുടെ പേര് ഇപ്പൊ മാറ്റണമെങ്കിൽ അതിന് കുറച്ച് കുട്ടൻസ് ഒക്കെ വേണം. കോഴിക്കോട് നമ്മൾ ബഷീർ സാറ് കോഴിക്കോടാണ്.
ആ മണി സാർ കോഴിക്കോടാണ്. മണി സാർ കോഴിക്കോട് എവിടെയാ സാറേ? ഞാൻ ഇപ്പൊ ബേപ്പൂരാണ് സാർ. ആ ഞാന് പിന്നെ മീൻചന്തിന്റെ അടുത്ത്, മീൻചന്തിന്റെ തിരുവനന്തപുരത്തിന്റെ ഇടയിൽ ഒരു പാലാട്ട് അറിയാമോ? പാലാട്ട് കോളനി അല്ലേ? ആ അതിലാണ്. ആ മനസ്സിലായി. സാർ റിട്ടയർ ആയതാ? ഞാൻ റിട്ടയർ ചെയ്താ. ഏതിലായിരുന്നു? ഞാനും ഇവിടെ LIC ഓഫ് ഇന്ത്യന്റെ സ്റ്റാഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അതിലായിരുന്നു. ആ ആ മാനാഞ്ചിറ. ആ ഓക്കെ മാനാഞ്ചിറ. ഓക്കെ. ആ ആ സജിത് സാറിനെ അറിയില്ലേ? സജിത്ത് LIC മാത്തോട്ടത്ത് വരുന്ന ആളാണോ അതോ ഈസ്റ്റിലാണോ? അല്ലല്ല പുതിയങ്ങാടി. പുതിയങ്ങാടി അറിയാം. ആ ഇപ്പൊ ഞാൻ അടുത്ത് മകളെ സാറിന് വേണ്ടി കല്യാണം ഉണ്ടായതാണോ? ഞാൻ സാറ് കൂടെ 2 വർഷം ഉണ്ടായിരുന്നു. സജിത്തിന്റെ മകളെ കല്യാണം ഇപ്പൊ അടുത്തുണ്ടായ അവരല്ലേ ആ ആശീർവാദില്? അതന്നെ. അതെ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ STCയിൽ ഒരു സുരേഷ് എന്നുള്ള ഇപ്പോ ചാർജ് എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ LIC കോളനി കാരപ്പറമ്പിലാണ്. ഒരു ശരി. ഫ്ലാറ്റിലെ താമസം LIC ശരി. കോളനിയില്ലേ, അവിടെ ഹോമിയോ കോളേജിന്റെ അടുത്ത്. ഹോമിയോ കോളേജിനടുത്തോ? ആ കാരപ്പറമ്പോ? ആ ആ ശരി. മനസ്സിലായി. അവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്, ആ ഫ്ലാറ്റിലാണ്. ആ ഇവിടെ ഞാൻ മോളി ജോസഫ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് തോന്നുന്നു അല്ലേ? അതെ. ഒരു വടയക്കണ്ടി അങ്ങനെ മരണപ്പെട്ടു പോയി. ഈ പേര് എനിക്ക് പരിചയമില്ലാത്തൊരു പേരാണ്. ആ ഉണ്ടായിരുന്ന ഒരു പ്രായമായിട്ടുള്ള ആളായിരുന്നു മരണപ്പെട്ടത്. റിട്ടയർ ചെയ്ത ആളാണ്. ഡോക്ടറാണോ? അല്ലല്ല, LIC ഉണ്ടായിരുന്ന ഒരാളാണ്. ആ ആ ആ LICയിൽ 2-3 പേരുണ്ട് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ. ശരി. എല്ലാരായിട്ടൊന്നും പരിചയമില്ല, കാരണം എല്ലാം പുതിയ ആളുകൾ. ഞാൻ 2005 അങ്ങോട്ടേക്ക് മാറി. ഓ. സ്റ്റാർട്ടിങ്ങിൽ അവർ ഹാൻഡ് ഓവർ ചെയ്തപ്പം ആ അതിൽ 72 ഫ്ലാറ്റിൽ ഇപ്പൊ ഞങ്ങള് 7-8 പേരേ ഉള്ളൂ സ്ഥിരമായിട്ട് താമസിക്കുന്നത്. അതെ. എല്ലാവരും കൈമാറിപ്പോയി. അതെ. ഞാൻ കപ്പലിലായിരുന്നു, മർച്ചന്റ് നേവി ഇല്ലേ. മർച്ചന്റ് നേവി ആയിരുന്നോ? ശരി. ഇപ്പൊ റിട്ടയർ ആയി. ആ സാധാരണ ഇൻവെർട്ടർ ബാക്കപ്പ് കിട്ടാറുണ്ട്, എന്താ അറിയില്ല, പെട്ടെന്ന് അത് ഇരുന്നു പോയി. ഇനിയിപ്പോ ബാറ്ററിയിലെ വെള്ളമൊക്കെ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോ. വെള്ളം ഈ ഹോട്ട് സീസൺ അല്ലേ, പെട്ടെന്ന് ഡ്രൈ ആവും. അതെ. അതുകൊണ്ടായിരിക്കും. ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് ആവല്ലോ. സാർ ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പം പുറത്തൊന്നും പോയില്ല. ഓക്കെ. ഇപ്പൊ എൻജോയിങ് റിട്ടയർമെന്റ്. അങ്ങനെ തന്നെ ഉള്ളൂ. പുറത്ത് ആൾക്കാരെ കാണാനും നമ്മളെ പഴയ സ്ഥാപനങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാനും പിന്നെ വേറെ ബന്ധുക്കളെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ എല്ലാം കാണാനൊക്കെ ഇടക്കിടക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോവും, വരും. എവിടെയാ ബേപ്പൂർ? എവിടെയായിട്ടാ? ഇപ്പൊ ഒരു നടുവട്ടം. നടുവട്ടം എന്ന് പറയും നിങ്ങൾ ബേപ്പൂർ എന്ന് വെച്ചാൽ. നടുവട്ടം പാൽക്കമ്പനി ലൈബ്രറി ഏത് ഭാഗത്താ? പാൽക്കമ്പനി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പ് ചേനോത്ത് സ്കൂൾ കഴിഞ്ഞിട്ട് നടുവട്ടം ബസാറ്, ആ കരച്ചനങ്ങാടി എന്നാ പറയാ. ഓക്കെ. ഞാനവിടെ മറ്റേ പാൽക്കമ്പനിയുടെ അടുത്ത് ഒരു വൈദ്യരില്ലേ, ജയറാം ഇവിടെ ഓപ്പോസിറ്റ് ഒരു ആയുർവേദ മനസ്സിലായി. ഫറൂഖിലുള്ള ആളല്ലേ? ആ അവിടെ ഞാനൊരു 4-5 തവണ വന്നിരുന്നു. ആ ഇപ്പോഴല്ല, ഒരു 3-4 കൊല്ലം മുന്നേ. അത് ശരി. എനിക്ക് കുറച്ച് നീ പെയിന്റ് ഇഷ്യൂസ് ഉണ്ട്. ജയരാജ് നമ്മുടെ പേരല്ലേ? ജയരാജ് എന്നാണോ പേര് അവരെ? യെസ്, റൈറ്റ്, യു ആർ റൈറ്റ്. അല്ലേ? യെസ്. എന്താ സാറേ കാര്യം, കാണുന്നില്ലല്ലോ? ഹലോ സർ, വരും. ജോയിൻ ചെയ്യൂ കേട്ടോ. സാറിന് എന്തോ ഒരു ചെറിയൊരു മീറ്റിംഗിലായിരുന്നു, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഒരു 5 minutes കൊണ്ട് ജോയിൻ ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടേ. ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതിയോ? എഴുതുള്ളൂ. ഇതൊന്ന് കഴിഞ്ഞോട്ട് സാർ എന്നിട്ട് ചെയ്താ. എഴുതി തുടങ്ങിയിട്ടുണ്ട്, ഇത്രയുള്ളൂ.
എങ്ങനെയുണ്ട് സാറേ ബി മാജിക്കിൽ വന്നിട്ട്? ഈ മാജിക്കിൽ വന്നിട്ട് നല്ല മാറ്റങ്ങളുണ്ട് സാറേ. കാരണം പിന്നെ ഞാൻ മൈൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ? അതെ. അത് പാരമൗണ്ട് ടവറിൽ വെച്ചിട്ടാണ് നമ്മള് ഈ ബി മാജിക് എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇപ്പൊ ഞാൻ കയറിയിട്ട് ഒരു 1.5 ആഴ്ചയായി തോന്നുന്നു. കുറച്ച് റെഗുലർ ആയിട്ട് അഫർമേഷൻ, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, കുറച്ച് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ. ഒരു എന്താ പറയുക, ഒരു ഡിസിപ്ലിൻ, അതാണല്ലോ നമുക്ക് ജീവിതത്തിൽ ആദ്യം വേണ്ടത്. അതെ അതെ. പ്രത്യേകിച്ച് നമ്മളമാര് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ഡേറ്റ് മുതൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിക്കുന്നു. അല്ല, ചിട്ടയായ ഒരു ജീവിതം അതാണ് നമ്മള് ഒരു മനുഷ്യന്റെ ശാസ്ത്രമാണ് ശരിക്ക്. അത് ബി മാജിക്കിന്റെ നിയമം അല്ലെങ്കിൽ മറ്റേ വേറെന്തെങ്കിലും നിയമം അല്ല, മനുഷ്യന്റെ നിയമമാണ്. സാറ് ആള് തമാശക്കാരനാണ്. സാറിന് എത്ര വയസ്സായി സാറേ? എനിക്ക് 5 അയ്യോ, അങ്ങനെ പറയരുത്. എന്ത്? മുടിയൊക്കെ കറുപ്പിച്ചിട്ടുണ്ടല്ലോ. ആ 7-5 ആയിരിക്കും. ഏ 7-5 എന്ന് പറയും. അങ്ങനെ കുറച്ച് പറയില്ലേ? എനിക്ക് തന്നെ 60ആയി. എന്നെക്കാട്ടും ഒരു സാർ 5 എത്തിയിട്ടുണ്ട്. വയസ്സെങ്കിലും കൂടുതൽ ഉണ്ടാവില്ലേ? സാർ എത്തിയിട്ടുണ്ട്. സാറേ വെൽക്കം. Yes, sir. നിങ്ങളില്ലാഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. മാജിക് മോൺ. ഓക്കെ, Okay. സോറി. ഞാൻ ഹെൽത്തി അത്ര ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ നേരത്തെ എണീറ്റിരുന്നു. പിന്നെ ഒന്നും കൂടെ എനിക്കാണെങ്കിൽ ഇന്ന് ഫ്രൈഡേ ആണ്ടേ ഓർമ്മയില്ലായിരുന്നു. സോ ഗുഡ് മോർണിംഗ് ടു ആൾ. എന്താ നിങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നത്? എന്താണ്? അല്ല, പരിചയപ്പെട്ടാണ് നമ്മളെ ഓരോരുത്തരെ പുതിയ ആളുകളെ. ഓക്കെ, ശരി, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ സെഷനിലും അതിന് മുമ്പത്തേലൊക്കെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ലാസ്റ്റ് സെഷൻ എനിക്ക് തോന്നുന്നു സീക്രട്ട് ബുക്കിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ എത്ര സംസാരിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടതും പഠിക്കേണ്ടതായിട്ടുള്ള സബ്ജക്റ്റാണ്. എത്രയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും അത് മനസ്സിലാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ എത്രമാത്രം ഡിസ്റ്റർബ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ മിനിയാന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോയിരുന്നു. ട്രിപ്പൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാനും വേണ്ടി ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എൻ്റെ മൈൻഡിലൂടെ പെട്ടെന്ന് പോകുന്നൊരു തോട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. നിങ്ങളെല്ലാവരും കാണുന്ന ന്യൂസ് ആയിരിക്കും. ഓക്കെ, അത്ര സുഖമുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ന്യൂസിലൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ വൺസ് ഞാനത് വായിച്ച് പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഫീഡിൽ വരുന്ന അത്തരം ന്യൂസുകളും ഞാൻ ക്യാൻസൽ ചെയ്തു. അതായത് നോട്ട് ഇൻട്രസ്റ്റഡ് കാണിച്ചിട്ട് പോലും അതെൻ്റെ ഹെഡിലിങ്ങനെ കിടക്കുന്നുണ്ടായി. ആ ഒരു ന്യൂസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ നമ്മളെ നെഗറ്റീവ് തോട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകും. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഞാൻ ബേസിക്കലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് പറയാണ്, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാൻ പോവുകയോ അല്ലെങ്കിൽ അത്തരം ന്യൂസുകൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് എന്തായിരിക്കും വരിക? ഇപ്പം നിങ്ങൾ ഇന്നൊരു പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ TV ചാനൽ തുറക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ തുറക്കുകയാണെങ്കിൽ 2-3 ദിവസമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇതായിരിക്കും. എല്ലാ ചാനലുകളും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിരിക്കും. എല്ലാ ന്യൂസ് ഫീഡുകളും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവമാണോ തരിക, നെഗറ്റീവായിട്ടുള്ള അനുഭവമാണോ തരിക എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമ്മളെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത്തരമൊരു ഡിസ്കഷൻസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങളും ഭാര്യയും തമ്മിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും തമ്മിലോ അത്തരമൊരു ഡിസ്കഷൻസ് നടത്തുകയാണെങ്കിൽ പോലും അതുവരെ നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ ഇന്നത്തെ ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടല്ല, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ
നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുക. അതേ സമയത്തോ നമ്മുടെ ഡിസ്കഷൻസിലും നമ്മുടെ കാര്യങ്ങളിലും വരേണ്ടത് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് ലൈഫിൽ, അതിനെ കുറിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. അതിലേക്കുള്ള എന്താ ആക്ഷൻസ് എടുക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ഓരോ ദിവസവും എണീറ്റ് നമ്മൾ വന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പീപ്പിൾസിന് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരുപാട് ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യും. ഒരുപാട് ഗോളുകൾ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വളരെ മോട്ടിവേറ്റ് ആയിട്ട് വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് ബാക്കിലോട്ട് പോയിട്ടുണ്ടാവും. അല്ലെ? ഇങ്ങനത്തെ അനുഭവം നിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ആളുകളൊന്ന് പറഞ്ഞേ. നമ്മൾ ഒരുപാട് ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ബാക്കിലേക്ക് പോകും. റോസ്ലി മാമിന് ഉണ്ടായിട്ടുണ്ട്, ദിവ്യ മാം, യെസ്. റാണി മാമിന് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ ബന്ധമുണ്ടോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ഇത് ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ ബന്ധമുണ്ടോ? യെസ് സർ. എന്താ ബന്ധം? എന്താണ്? നമ്മള് പിന്നെ എനർജി കുറയുന്ന സമയത്ത് നമ്മള് ചില സമയങ്ങളിൽ നമ്മളെ പറ്റിയൊരു എന്താ പറയാ, എന്നെ കൊണ്ട് ഇത്രേ കഴിയുള്ളൂ, എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്സ് ചില സമയത്ത് കയറി വരുന്നുണ്ട് നമ്മൾ ലോ എനർജി ആകുന്ന സമയത്ത്. എന്ത് നെഗറ്റീവ് ഫീലിങ്സ് നമുക്ക് വരുന്നത്? സംടൈംസ് എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ഇത്രയൊക്കെ മതി, ഇങ്ങനെ പോയാ മതി. ഓക്കെ, ചില സമയങ്ങളിൽ ആ തോട്ട്സ് വരാറുണ്ട്. നമ്മളെ ഇൻഎഫിഷ്യൻസിനെ കൂടെ നമ്മള് അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന മാതിരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആൾക്ക് എന്താ ഒപ്പീനിയൻ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് റോസ്ലി മാം അങ്ങനെ സംഭവിക്കുന്നത്? സാറ് പറഞ്ഞ പോലെ തന്നെ എന്നെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വരും. ഇത് ചെയ്തിട്ട് എന്താകാനാ, ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നൊക്കെ ഉള്ളൊരു ചിന്ത. ഓക്കെ, ശരി. വേറെ ആളുകൾക്ക് എന്താണ് ഒപ്പീനിയൻ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബീന മാം, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സാർ, അത് എന്തോ പുറമേയുള്ള എന്തോ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആ ഒരു കാര്യം മനസ്സിൽ കയറിയത് കൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊന്നുമല്ല ഇതിൻ്റെ റീസൺ. നിങ്ങൾ ആരും പറഞ്ഞിരിക്കുന്നതല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇല്ല. ഓക്കെ, ഇതിൻ്റെ റീസൺ അതൊന്നുമല്ല. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഇതിൻ്റെ കാരണം തേടി നിങ്ങൾ പോവുകയാണെങ്കിൽ, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി സൈഡിലേക്ക് കറക്റ്റായിട്ട് നോക്കുന്നില്ല എന്നതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരു ട്രിപ്പ് പോയതാണ് സങ്കല്പിക്കുക. ഒരു യാത്ര പോവാണ്. എന്താ നിങ്ങളുടെ എമർജൻസി ആവശ്യത്തിന് യാത്ര പോവാണ്. അപ്പോൾ യാത്ര പോകുന്ന വഴിയിൽ നിങ്ങൾ കുറെ രാത്രി സമയത്ത് യാത്ര ചെയ്ത സ്ഥലത്തെത്തി. ആ സമയത്താണ് അറിയുന്നത്, ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോവാണ്, അവിടുത്തെ റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതിലൂടെ നിങ്ങൾക്ക് യാത്ര പോകാൻ സാധിക്കില്ല. ഓക്കെ, തിരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തും വേണം. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനത്തെ സിറ്റുവേഷനിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഓൾട്ടർനേറ്റ് പാത്ത് ട്രൈ ചെയ്ത് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തും. അല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓൾട്ടർനേറ്റീവ് പാത്ത് നമ്മൾ നോക്കുന്നില്ല. നമ്മളൊരു കാര്യത്തിലൂടെ വർക്ക് ചെയ്യും. ആ ഒരു കാര്യത്തിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവും. ഏതില്? റിസൾട്ട് കിട്ടാത്തതിൽ സാറ്റിസ്ഫൈഡ് ആവും. എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുക? നമ്മൾ അതിൻ്റെ റീസൺ പറയും. ക്ലിയർ ആണോ? ആ റീസൺ അയാൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ചെയ്യാത്തതിൽ അയാളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണമെങ്കിൽ, നിങ്ങൾ ആരും നിങ്ങളുടെ ഒരു ഗോള് സെറ്റ് ചെയ്തൊരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ഗോളിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ആ ഉത്തരത്തിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഒരു പാർഷ്യലി സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന കാര്യമെങ്കിലും ഉണ്ടാവും. എന്താണ്?
അതെന്റെ വിഷയം കൊണ്ടല്ല. ഞാൻ ചെറിയൊരു ഒരു സംഭവം പറയാം. വളരെ രസകരമായിട്ട് സംഭവം പറയാം. ഗോപികയൊക്കെ ഇൻവോൾവ് ആയ സംഭവമാണ്. ഞങ്ങളിപ്പോ ഒരു ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ട്രിപ്പ് പോയ സമയത്ത് രാത്രിയായ സമയത്ത് ഊട്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ക്യാമ്പ് ഫയർ നടത്തണം. ക്യാമ്പ് ഫയർ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വണ്ടി കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് അവിടെ പോയിട്ട് മേടിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അയാൾക്ക് മേടിച്ചു വരാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അയാളുടെ ഇന്റൻഷൻ. അയാളുടെ വണ്ടി കംപ്ലൈന്റ് ആണ് അല്ലേ? ആ വണ്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് അതിന് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവില്ലേ? ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അയാൾ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഒന്നും അയാൾ കാണുന്നില്ല. അയാൾ എന്താ കണ്ടത്? അയാൾ സാറ്റിസ്ഫൈഡ് ആയി. കാരണം എന്താ? എന്റെ കാരണം കൊണ്ടല്ലല്ലോ. അയാൾക്ക് ഞങ്ങളോട് പറയുന്ന ആൻസർ ഉണ്ട്. കാരണം എന്താ? എന്റെ കാരണം കൊണ്ടല്ല, എന്റേതല്ലാത്ത കാരണത്താലാണ്. എന്റെ വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ടാണ്. ദാറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഇതെന്താണ്? എന്റെ ഫോൾട്ട് അല്ല, അതിന്റെ കാരണക്കാരൻ ഞാനല്ല. ഇതാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് സംഭവിക്കുക. അപ്പോൾ ഇയാളുടെ വണ്ടി കംപ്ലൈന്റ് ആയി. അപ്പൊ ഞങ്ങൾ ഓക്കെ, അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്തിറങ്ങി. ഞങ്ങൾക്ക് അറിയാത്ത സ്ഥലമാണ്. അപ്പൊ അവിടെ ചാർക്കോൾ കിട്ടുന്ന സ്ഥലം ചോദിച്ചു. ഞങ്ങൾ ഭക്ഷണമൊക്കെ മേടിച്ചു. ചാർക്കോൾ കിട്ടുന്ന സ്ഥലമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് അന്വേഷിച്ചു. 2-3 സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ 8 മണിക്ക് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്തു ഒന്നും കൂടെ പോയി സംസാരിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ എമർജൻസി എന്ന് പറഞ്ഞപ്പോൾ അയാൾ തിന്നു. ചാർക്കോളൊക്കെ തിന്ന് ഞങ്ങൾ അവസാനം അവിടെ എത്തി. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത് കത്തിച്ച സമയത്ത് ഇതിന് വിറകില്ല. ഓക്കെ, അപ്പൊ അടുത്ത പ്രശ്നം ഇതാക്കി. എന്താണ് സംഭവം? കത്തി തുടങ്ങി. അപ്പോഴാണ് കത്തിയെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് കത്താൻ മാത്രമാണ് കർപ്പൂരം, ചാർക്കോളിന് വിറകില്ല. അപ്പൊ ഞങ്ങൾ എന്ത് വിറകില്ല, ഇനിയിപ്പോ എന്താ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കുക നമ്മളാണ്. അപ്പൊ നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തിറങ്ങുന്നു. പിന്നെ ഗോപിക പുറത്തിറങ്ങി. ഞങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നോക്കി കുറെ വിറകാണ്. ഗോപിക ഒരു ഉണങ്ങിയ ഒരു മരത്തിന്റെ കമ്പൊക്കെ പീതെടുത്ത്. ഓക്കെ, ചുരുക്കി പറഞ്ഞ ആ സംഭവം നടന്നു. ഞാൻ പറഞ്ഞ സംഭവം അത് ഒരു പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ സംഭവമായിരിക്കും. നമ്മൾ പ്രോബ്ലംസ് നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ലൈഫിൽ അതിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സിമ്പിൾ സംഭവമായിരിക്കും, പക്ഷെ നമ്മുടെ ലൈഫിൽ എൻ്റർലി നമ്മൾ ചേഞ്ച് ചെയ്യാൻ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ദർ ഇസ് ഓൾസോ ഓപ്പർച്യൂണിറ്റി, ദർ ഇസ് ഓൾസോ സൊല്യൂഷൻസ്. അവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല, ഒരു 12 സൊല്യൂഷൻ എങ്കിലും അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല, ഈ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ആൻസർ കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ മാറ്റുമ്പം ലൈഫിൽ ഒരാളുടെ ലൈഫിനെ മാറ്റാനായിട്ട് ഒറ്റ പോയിന്റ് മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്കൊരു അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുറ്റബോധം കുറക്കുന്ന ഒരു സാധനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂല. എന്ത് ചെയ്യില്ല, ഏറ്റെടുക്കൂല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇങ്ങനത്തെ കാരണങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യും, അട്രാക്ട് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എനിക്കത് ചെയ്യണം എന്നുള്ളത്. നേരത്തെ നിങ്ങൾ ഒറ്റയടിക്ക് ആൻസർ പറഞ്ഞു. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തും. ആ വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇത് തന്നെയാണ് ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതേ സെയിം സംഭവമായിരിക്കണം. എന്ന് പറയുന്നത് അഥവാ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോള്, ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകളിലേക്ക് പോകുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ മാർഗം, നിങ്ങൾ ഉദ്ദേശിച്ച മാർഗം, നിങ്ങൾ ഉദ്ദേശിച്ച അതിന്റെ ആക്ഷൻ പ്ലാനും നടപ്പിലാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആ ആക്ഷൻ പ്ലാനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളതാണ്. ആ ആക്ഷൻ പ്ലാനിലെ മിസ്റ്റേക്ക് ആരെ കാരണം കൊണ്ടാണ്? അത് നിങ്ങളുടെ കാരണം കൊണ്ട് മാത്രമായിരിക്കും. ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് പേഴ്സണെ നിങ്ങൾ എടുത്തു നോക്കുക, ഇവരൊക്കെ അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം അവർക്ക് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഓരോ ബ്ലോക്കിൽ നിന്നും അവർ ഇതായി പോകുമ്പോൾ വേറെ സ്ഥലത്ത് വീണ്ടും ബ്ലോക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ടായിരിക്കും എന്തിരിക്കിട്ടില്ല അവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു മതിലുണ്ട്. ഒരു മതിലുണ്ട്. ആ മതിലിന്റെ ഈ സൈഡിൽ, നമുക്ക് കാണാൻ പറ്റുന്ന സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മതിൽ കാണും. നമ്മൾ ആ മതിലിന്റെ അപ്പുറത്തൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവിസിബിൾ ആണ്, കാണാൻ സാധിക്കില്ല. ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങളിങ്ങനെ ഒരു ചുമര് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു ചുമര് കാണുന്നില്ലേ? ആ ചുമരിന്റെ അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഒരു ജയിലിന്റെ ഒക്കെ ചുമര് പോലെ ഒരു ചുമര്, നമുക്ക് ചുമരിന്റെ അപ്പുറത്തുള്ളതേ കാണാൻ പറ്റുന്നുള്ളൂ. ചുമരിന്റെ അപ്പുറത്ത് എന്താണുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല.
ഈ ചുമരിന്റെ ഇപ്പുറത്ത് നമ്മളിങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, നമുക്കങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഈ ചുമരിന്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? അപ്പുറത്ത് എന്താ ഉള്ളത്? ഗ്രീനറി ആൻഡ് ഗാർഡൻസ്. ഗ്രീനറി ആൻഡ് ഗാർഡൻസ്. ഗ്രീനറി ആൻഡ് ഗാർഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതെന്തായിരിക്കും? സമ്പൽ സമൃദ്ധി ഉണ്ടാവും. സമ്പൽ സമൃദ്ധി, ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിന്റെ ഒരു ഡോർ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് പ്രശ്നമുള്ളത്, ആ പ്രശ്നത്തിന്റെ ഒക്കെ അപ്പുറത്ത്, ആ പ്രശ്നത്തിന്റെ നേരെ തൊട്ടപ്പുറത്ത് ഡോർ ഉണ്ട്. ആ ഡോർ ഓപ്പൺ ആക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ അതൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവും ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസും ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലുള്ളത്? ആരുടെ കയ്യിലുള്ളത്? സ്വയം. നിങ്ങളുടെ ഓരോ വ്യക്തിയുടെ കയ്യിലും ആ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് എന്തുകൊണ്ട് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ സൊല്യൂഷനിലേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ ആ പ്രോബ്ലത്തിൽ സാറ്റിസ്ഫൈ ആയിട്ട് അതെന്റെ പ്രശ്നം കൊണ്ടല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വന്ന ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചുറ്റുപാട് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള വഴി കണ്ടെത്താൻ പറ്റില്ല. വീണ്ടും 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 നോക്കിക്കൊണ്ടിരിക്കുക. ഏതുവരെയാണ് നോക്കേണ്ടത്? നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നത് വരെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നത് വരെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സിനാരിയോ ആലോചിച്ച് നോക്കുക. ആ ബ്ലോക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരുമ്പോൾ ഒരു ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഓൾട്ടർനേറ്റീവ് വേ കണ്ടെത്തി നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് നിങ്ങൾക്ക് ഷുവറാണ്. ഷുവറല്ലേ? ഷുവറല്ലേ? അവിടെ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഷുവറാണ്. എസ് ഓർണോ ഒന്ന് കമന്റ് ചെയ്തേ. ഷുവർ ആണെന്നുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ ആ വഴി ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അത് കണ്ടെത്തി തിരിച്ചു വരും. എസ് ഓർണോ. പിന്നെ ഷുവർ ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാം. പെട്ടെന്ന് കമന്റ് ചെയ്യാം. നൗഫലിന് ഷുവറാണ്. ഓക്കെ, സക്സാന് ഷുവറാണ്. വേറെ മണിസാറിന് ഷുവറാണ്. ഇത് എല്ലാവരുടെയും ക്യാമറ ഓഫ് ആണല്ലോ. ബീനാമിന് ഷുവറാണ്. ഓക്കെ, എന്നതുപോലെ ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി ഇതിനെന്ത് ചെയ്യുക, ഈ ഒരു വിഷയത്തിലേക്ക് കണക്ട് ചെയ്യുക. ഒരു വിഷയം ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് നേരെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഇതൊരു വഴി എനിക്ക് തെറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വഴി ബ്ലോക്കാണ്. എൻ്റെ വഴി ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ എന്താണ് ലൈഫിൽ ചെയ്യുക, ആ യാത്രയിൽ എന്താണ് ചെയ്യുക, അതേ സംഭവം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എഴുതി വെച്ചോളൂ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എഴുതി വെച്ചു. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള ആക്ഷൻസ് കൊണ്ടല്ല. ഇപ്പൊ കോമൺ ആയിട്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലം ഞാൻ പറയാം, ഫിനാൻസ് അല്ലേ? ഒരു മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻസ് ആയിരിക്കും, രണ്ട് ഹെൽത്ത് ആയിരിക്കും, മൂന്ന് റിലേഷൻഷിപ്പ്. ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ഒരാൾക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന പ്രോബ്ലം. നിങ്ങൾ നോക്കുക, ഒന്നുമില്ലെങ്കിൽ ആൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കും അധികം ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ, അല്ലെങ്കിലോ റിലേഷൻഷിപ്പ് ഇഷ്യൂ. ഇതെന്തുകൊണ്ട് സംഭവിച്ച? എന്തുകൊണ്ട് സംഭവിക്കുന്ന? നിങ്ങൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യലുള്ള പ്രോബ്ലം നിങ്ങൾ ഇപ്പോൾ എടുത്ത ആക്ഷൻ ആണോ, അല്ലെങ്കിൽ മുന്നെടുത്ത ആക്ഷൻ കൊണ്ടാണോ? ഇപ്പോൾ എടുത്ത ആക്ഷൻ ആണെങ്കിൽ റൈറ്റ് നൗ എടുത്ത ആക്ഷൻ ആണോ, മുന്നെടുത്ത ആക്ഷൻ ആണോ? ആർക്കാ പറയാൻ സാധിക്കുക? പഴയ ആക്ഷൻസ്. വേറെ ആർക്കാ പറയാ? ബീനമ എന്താ പറഞ്ഞേ? മുൻപെടുത്ത ആക്ഷന്റെ മുൻപത്തെ ആക്ഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ നമുക്കുണ്ട്. നമ്മൾ കറന്റ് ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗ്ലിങ്ങിലാണല്ലോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? എന്താ ചെയ്യാൻ സാധിക്കുക? അതിലുള്ള ഹേർഡിൽസ്, ചാലഞ്ചസിന് മറികടക്കാനുള്ള പല മാർഗങ്ങളും ഒന്ന് എഴുതി നോക്കിയിട്ട് നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അതെ, നമ്മൾ മുന്നെടുത്ത ആക്ഷൻസ് ആണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അതേ ആക്ഷൻസ് തന്നെ നിങ്ങൾ വീണ്ടും എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കും? മുമ്പെടുത്ത ആക്ഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. മുമ്പെടുത്ത ആക്ഷൻസ് കൊണ്ടാണ് നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കറിയാം. മുമ്പെടുത്ത ആക്ഷനാണ് നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം. 2015, 2016
2020 2022 നിങ്ങൾ എടുത്തിരിക്കുന്ന ആക്ഷൻ, അതേ ആക്ഷൻ തന്നെയാണ് നിങ്ങൾ ഇനിയും എടുക്കുന്നതെങ്കിൽ നിങ്ങൾ റിസൾട്ട് എന്തായിരിക്കും? ദിവ്യ മാം കണക്ട് ചെയ്ത പോലെ നിങ്ങൾ റിസൾട്ട് സെയിം ആയിരിക്കും. എബ്രഹാം ലിംഗം പറയുന്നുണ്ട്, ഓക്കെ, എന്താണ് ഒരേ ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയും ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ വിഡ്ഢിയാണ്. ഇനി നമ്മൾ സ്വയം ചോദിക്കുക, ആമയ ഫുൾ, ഞാൻ വിഡ്ഢിയാണ് ചോദിക്കുക. എന്താണ്? നമ്മൾ മുന്നെടുത്ത് അതേ ആക്ഷൻസ് തന്നെ എടുക്കുകയും ചെയ്യുന്നുണ്ട്, റിസൾട്ട് മാത്രം വേറെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ വിഡ്ഢിയാണ്. അപ്പൊ നമ്മൾ അവിടെ എവിടെയാണ് ചേഞ്ച് ചെയ്യാനുണ്ടാവുക? നമ്മൾ ആക്ഷൻസിനാണ് ചേഞ്ച് ചെയ്യാനുണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഇഷ്യൂസിനെ നിങ്ങൾ അഡ്രസ് ചെയ്ത് നോക്കുക. അപ്പം പുതുതായിട്ട് എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ അയാൾ പറയും, ഞാൻ ഗവൺമെന്റ് ജോലിക്കാരനല്ലേ, എനിക്കൊരു ശമ്പളം മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അത് ആരുടെ കുറ്റം കൊണ്ടല്ല, എൻ്റെ കുറ്റം കൊണ്ടല്ല. കാരണം എന്താ, ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ്, ഞാൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. ഓക്കെ, എനിക്ക് എങ്ങനെ ആയി കഴിഞ്ഞാലും ഈ 500 രൂപയിലധികം സമ്പാദിക്കാൻ സാധിക്കില്ല. അത് ആര് പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്? ആരുടെ വിഷയം കൊണ്ടല്ല. എനിക്ക് അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ആരുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമല്ല, അല്ലേ? ദാറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. അതെ, അതെന്റെ വിഷയം ഒന്നുമല്ല. എന്താണ്, ഞാനത്ര പഠിച്ചിട്ടൊന്നുമില്ല, എനിക്കത് അവരെ പോലെ ചെയ്യാൻ അറിയില്ല, എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയില്ല. ഞാൻ നാട്ടുമ്പുറത്തുകാരനാണ്, ഞാൻ കൊച്ചിയിലാണ് ജനിച്ചത് വെച്ചെങ്കിൽ ഒരു പക്ഷേ പറ്റിയിരുന്നു, ഞാൻ ദുബായിലാണെങ്കിൽ ഒരു പക്ഷേ ഒന്നും കൂടെ ബെറ്റർ ആയിരുന്നു. ആരാ പറയാ? നമ്മൾ പറയും. കറക്റ്റ് ആണോ? അവിടെയും നമ്മൾ എവിടെയൊക്കെ നോക്കിയത്, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് നോക്കുക, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കുറച്ച് പോയിന്റിലേക്കാണ് എന്തിരിക്കുന്നത്, നോക്കിയിരിക്കുന്നത്, അല്ലേ? യെസ് ഓർ നോ? നിങ്ങൾക്ക് ആർക്കും പൈസ ഉണ്ടാക്കാനുള്ള വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ 60 വയസ്സായി, 65 വയസ്സായി, ഈവൻ 70 വയസ്സായി, അല്ലെങ്കിൽ 40 വയസ്സായി, 30 വയസ്സായി, നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ഇല്ലാത്ത ആളാണ്, നിങ്ങൾ കറന്റ് ഒരു ജോലി ഉള്ള ആളാണ്, നിങ്ങൾക്കൊക്കെ ഇനിയും പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു വരുമാനം അല്ലാതെ വേറെ വരുമാനത്തിനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? പെട്ടെന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾ ഈവൻ ഒരു വീട്ടമ്മയാണ്, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം ഉണ്ടോ ഇല്ലേ? എല്ലാവരുടെ കമന്റ് വരുന്നുണ്ട്. യെസ്. നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമുണ്ട്? എത്രയും പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമുണ്ട്. എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഒന്ന് നമ്മളുടെ ആ ലിമിറ്റിംഗ് ബിലീഫ്സ്. നമ്മളെ പ്രോഗ്രാം ചെയ്യപ്പെട്ട് നമ്മളെ തന്നെ പറ്റിക്കപ്പെട്ട് വെച്ചിട്ടുള്ള കുറെ ലിമിറ്റിംഗ് ബിലീഫ്സുകളുണ്ട്. എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, നിങ്ങളുടെ കാരണം കൊണ്ടല്ല എന്നുള്ളതാണ് നിങ്ങൾ അത് ബേസിക്കലി എത്തുക. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എന്താ പറയണ്ട, നിങ്ങളുടെ കാരണം കൊണ്ടല്ല, എന്നാൽ അതിന്റെ ഓണർഷിപ്പ് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ഇറ്റ്സ് മൈ ഫോൾട്ട്, ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട്. ഇത് എൻ്റെ ഫോൾട്ട് കൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ ഒറ്റൊന്നും കാണൂല, ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒന്ന് കാണാൻ പറ്റും, ഒരു സൊല്യൂഷൻ കാണാൻ പറ്റും. ഓക്കെ, വീണ്ടും സൂക്ഷിച്ചു നോക്കുമ്പോൾ 2 സൊല്യൂഷൻ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. നിങ്ങളിങ്ങനെ ആ പ്രശ്നത്തിനെ വിട്ടിട്ട് അതിനുള്ള സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പൊ കടമുള്ള ഒരാളാണ്, അയാൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണ്. ഓക്കെ, അയാൾ ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കടത്തിന്റെ ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ടോ കടക്കാരുടെ പ്രശ്നങ്ങൾ ബാക്കിയൊക്കെയുള്ള ആളുകൾ മാക്സിമം സംസാരിക്കുക. എന്നിട്ട് എന്താണ് എനിക്ക് മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ആ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് തന്നെ ആക്ഷൻസ് എടുക്കുക. കടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമല്ല, മുന്നത്തെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇപ്പോഴത്തെ പ്രവൃത്തി എന്താണ്? ഇനി ഞാൻ കടം മേടിക്കില്ല, ഇനി വീണ്ടും കടം മേടിച്ചിട്ട് കടം തീർക്കല്ല. ഓക്കെ, എന്തായാലും ആ കടത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അയാളുടെ പ്രശ്നം തീർക്കാനും വേണ്ടിയിട്ട് ഇനി നമ്മൾ പോകുന്നതിനെക്കാളും നല്ലത് ആ പ്രോബ്ലംസിനെ അവിടെ ഐഡന്റിഫൈ ചെയ്യുക. യെസ്, എനിക്ക് ഡെപ്റ്റ് ഉണ്ട്, എനിക്ക് ലോൺ ഉണ്ട്, എനിക്ക് ലോണിന്റെ ഇഷ്യൂസ് ഉണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒരു ഭാഗത്തേക്ക് ഇമോഷണലി കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഇതാണ്, ഇതെന്റെ കഴിഞ്ഞ കാലങ്ങളുടെ എൻ്റെ കർമ്മത്തിന്റെ ഫലമാണ്. എങ്ങനെ എനിക്ക് ഇനി എൻ്റെ കർമ്മം മാറ്റാൻ പറ്റും? എങ്ങനെ എൻ്റെ പ്രവർത്തികൾ മാറ്റാൻ പറ്റും? അങ്ങനെ കടമുള്ള ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഫസ്റ്റ് അഡ്വൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി കടം മേടിക്കൂല എന്നുള്ളത് തീരുമാനിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കുമെന്ന് തീരുമാനിക്കുക. കടം മേടിക്കുമെന്ന് തീരുമാനിക്കുന്നവരെ എനിക്ക് ആവശ്യത്തിലുള്ള പൈസ ഞാൻ ഉണ്ടാക്കിയിരിക്കും, ഞാൻ ആളോട് ഇനി അത്തരം ഒരു ഹെൽപ്പിന് പോകില്ല എന്ന് തീരുമാനിക്കുകയും
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസിലേക്ക് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയം ഇങ്ങനെ മാറും. ചിലപ്പോൾ അവർ പോസ്റ്റ്പോൺ തരും, ചിലപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലെറ്റർ വന്നു വരും, അങ്ങനെയൊക്കെ പല വിഷയങ്ങളും സംഭവിക്കും. പക്ഷെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിലേക്ക് തന്നെ നോക്കുമ്പോൾ ഇതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു സമയത്ത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം പറയാം. ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഈ ഒരു ബിമാജിക്കിലേക്ക് വന്നതിൻ്റെ സമയമാണ്, മലപ്പുറത്ത് വെച്ചിട്ട് ഒരു എഡ്യൂക്കേഷണൽ ബേസ് ചെയ്തിട്ട് ഒരു വിദേശികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പ്രോഗ്രാം നടക്കാം. ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ അതിന് മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു കർമ്മത്തിന്റെ ഫലമായിട്ട് എനിക്കൊരു ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ സ്ഥലം ജപ്തി ചെയ്യാൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ജപ്തി ചെയ്തോളൂ. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചു. ചെറിയൊരു പൈസയുടെ കാര്യമുള്ളൂ, 30,000 റുപ്പീസിൻ്റെ കാര്യമുള്ളൂ, നിങ്ങൾക്കത് റോൾ ചെയ്ത് അടച്ചുകൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഓക്കെ ഞാൻ ഉണ്ടാക്കിയ സംഭവമല്ലേ, നിങ്ങൾ ജപ്തി ചെയ്യുകയാണെങ്കിൽ ചെയ്ത വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നെ ജപ്തി നടന്നില്ല. അത് പിന്നെ എന്തോ അവരെന്നെ സോൾവ് ചെയ്തു. പിന്നെ എനിക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു സമയമായപ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്തു. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്ന അനുഭവമാണ്. ഞാൻ പറയുന്നത് ആ സമയത്ത് നമ്മൾ തിയറി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, തിയറി പഠിച്ചു തുടങ്ങിയിട്ട് എന്താണ്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യരുത്, പകരം ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരാജയത്തിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡും കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പോസിറ്റിവിറ്റി ഉള്ളൂ. പരാജയം എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ അതൊരു മോശം കാര്യമായിട്ട് കാണരുത്. ഇറ്റ്സ് ഹാപ്പൻഡ്, അത് സംഭവിച്ചു, നിങ്ങൾ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു, അഡ്മിറ്റ് ഇറ്റ്. ഓക്കെ ഞാനിപ്പോൾ ഫെയിലിയർ ആയിരിക്കുന്നു, പക്ഷെ അതൊരു പെർമനന്റ് ആണോ? നിങ്ങളൊരു തവണ പരാജയപ്പെട്ടു, ഇനി എനിക്ക് വിജയിക്കാൻ സാധിക്കൂലേ? ഇനി വിജയിക്കാൻ സാധിക്കൂല. നിങ്ങളൊരു കാര്യത്തിൽ ഒരു തവണ പരാജയപ്പെട്ടു, ഇനി വിജയിക്കാൻ സാധിക്കൂലേ? സാധിക്കും. സാധിക്കും അല്ലേ? അങ്ങനെ പരാജയപ്പെടുത്തിയാണ് നിങ്ങൾ ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾ ചെറുപ്പത്തിൽ ആദ്യം എങ്ങനെ കിടക്കുക? ആദ്യം നമ്മൾ അങ്ങനെ കിടക്കുക? ഒരു അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. നമ്മൾ പ്രസവിച്ചൂടെ നമ്മൾ അങ്ങനെ കിടക്കുക? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. എങ്ങനെ കിടക്കുക? ആരുമില്ലേ? ലേഡീസ് ആരുമില്ലേ? കൈയും കാലൊക്കെ മേവട്ടാക്കിയിട്ട് മലർന്നാണ് കിടക്കുക അല്ലേ? അതെ. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വിക്ടറി ഇല്ല, അന്ന് നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? സ്വന്തമായിട്ട് എനിക്ക് മലർന്ന് മാത്രമേ കിടക്കാൻ സാധിക്കുള്ളൂ, വേറൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂല അല്ലേ? പരാജയമാണ്. പിന്നെന്താ ചെയ്തത് നിങ്ങള്? പിന്നെ നമ്മളെന്താ ചെയ്തേ? കമഴ്ന്ന് കിടക്കും. കുറെ കാലം കഴിഞ്ഞപ്പോൾ കുറേ ശ്രമിക്കും, ഇങ്ങനെ ശ്രമിച്ച് കമീന്ന് കിടക്കും. ആ കുട്ടി കമീന്ന് പറയും. എന്താണ്? അവന്റെ ഫസ്റ്റ് വിക്ടറിയിലേക്ക് അവൻ എത്തി, കമീന്ന് കിടന്നു. പിന്നെന്താ സംഭവിച്ചേ? പിന്നെ മുട്ടുകുത്തിയാണ്. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? മുട്ടിൽ ഇങ്ങനെ അയാൻ തുടങ്ങും അല്ലെ? അപ്പൊ ഇങ്ങനെ പറയും. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇരിക്കാൻ ഇരിക്കും. അതിന് എത്ര സമയമായി? നിങ്ങൾ ഇരിക്കാൻ തന്നെ എത്ര സമയം എടുത്തു? ഒരു 6 മാസം എടുത്തു. 6 മാസം. ദൈവത്തിന് എന്താ, നമുക്ക് ജനിച്ചപ്പോൾ തന്നെ ഈ കപ്പാസിറ്റി ഇരുന്നൂറായിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പതുക്കെ പിടിച്ച് നിൽക്കാൻ തുടങ്ങി. അതിന് വീണ്ടും കുറേ സമയം എടുത്തു. അങ്ങനെ പതുക്കെ പിടിച്ച് നിന്ന് അവനെന്ത് ചെയ്തു? പതിയെ നടക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് വീഴും എണീക്കും, വീഴും എണീക്കും, വീഴും എണീക്കും. ഇങ്ങനെ അവൻ നടക്കാൻ പഠിച്ചപ്പോഴേക്ക് എന്ത് ചെയ്തു? 1 വയസ്സായി. അപ്പൊ ഇങ്ങനെ അവൻ പതുക്കെ സംസാരിക്കാനേ പഠിച്ചിട്ടുള്ളൂ. അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ വരെ ചോദിക്കാൻ അറിയില്ല. ബി എന്നൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ അച്ഛൻ അമ്മ എന്നൊക്കെ സംസാരിച്ച് അവൻ കറക്റ്റ് സംസാരിക്കാൻ തുടങ്ങാൻ എത്ര സമയമായി? എത്രയായി? എത്ര ആയിട്ടുണ്ടാവും? ഡിപ്പെൻസ് അല്ലേ? മിനിമം 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ആ കുട്ടിയുടെ ഒരു പ്രോപ്പർ ഫംഗ്ഷനിലേക്ക് അവൻ കറക്റ്റ് ആയിട്ട് എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 3 വയസ്സായിട്ടുണ്ടാവും. 3 വർഷം എടുത്തു എന്ത് ചെയ്യാന്? നിങ്ങൾ പ്രോപ്പർ നിങ്ങളുടെ വയസ്സ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വയസ്സിൽ നിന്ന് 3 വർഷം നിങ്ങൾ കുറച്ച് വെക്കുക. ആ 3 വർഷം നിങ്ങൾ എന്തിനായിരുന്നു? ഫസ്റ്റ് പ്രിപ്പറേഷനാണ് എന്തിനൊരു മനുഷ്യനാവാനുള്ള. ദൈവം നമ്മൾ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരെ ആലോചിച്ച് നോക്കുക നമ്മുടെ ചെറുപ്പത്തിലേക്ക്. ഒരുപാട് തവണ വീണിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? എണീക്കാൻ പഠിച്ചത്. കുറേ തവണ എണീറ്റിട്ടാണ് എന്ത് ചെയ്തത്? നടക്കാൻ പഠിച്ചത്. ഓരോ തവണ നടക്കുമ്പോൾ വീണിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസിലേക്ക് വന്നിരിക്കുന്നത്. സോ ഒരു തവണ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ഇറ്റ്. നിങ്ങൾ അതിനെന്ത് ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുക. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, സോ വാട്ട്? നിങ്ങൾ ചോദിക്കുക സോ വാട്ട്? നിങ്ങൾ ഫെയിലിയർ സംഭവിച്ചു, സോ വാട്ട്? അവിടുന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ലേണിംഗ്? ഇനി ഇത് എൻ്റെ ലൈഫിൽ പെർമനന്റ് ആയിട്ട് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ടെമ്പററി അല്ല. നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന ആ സംഭവം ഇതിനി എൻ്റെ ലൈഫ് ടൈമിൽ എനിക്ക് ഉണ്ടാവാൻ പാടില്ല.
ഇതിന് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാവാനേ പാടില്ല. അങ്ങനത്തതിന് എന്താണ് സൊല്യൂഷൻ? 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടുള്ളതിനുള്ള സൊല്യൂഷനും നോക്കിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ്ഫുൾ ആയിട്ടൊരു പേഴ്സൺ ആക്കാൻ സാധിക്കും. ഓക്കെ, സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ റീക്യാപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞിരിക്കുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക? ലുക്കിംഗ് ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഓപ്പർച്യൂണിറ്റീസിലേക്ക്, നിങ്ങൾക്കുള്ള അവസരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. 2, നിങ്ങൾ സെൽഫ് സാറ്റിസ്ഫൈഡ് ആവരുത്. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അത് നിങ്ങളുടെ പ്രോബ്ലം ആയിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാരണം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിന് നിങ്ങളെ പറ്റിക്കുന്ന ആൾ തിരിച്ചറിയുകയും അതിലേക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്യാതെ, നിങ്ങളെ പറ്റിക്കാതെ അതിൻ്റെ ഓണർഷിപ്പ്, ഇത് എൻ്റെ വിഷയം കൊണ്ട് തന്നെയാണ്. ഓൾവേസ് ഫൈൻഡ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. ബിലീവ് ഇൻ ദാറ്റ്. എന്താണ്? നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളത് വിശ്വസിക്കുക. ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. എൻ്റെ അച്ഛനല്ല, എൻ്റെ അമ്മയല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ സുഹൃത്തുക്കളല്ല. ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദീസ്. ഞാനാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ളതിനെ തിരിച്ചറിയുക. ആ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരും. സോ താങ്ക് യു. ഗോപിക. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയർ ചെയ്യാനുള്ള ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സംസാരിക്കാം. So I would like to add on 2 things. ഓക്കെ. ഒരു മന്ത്ര ഉണ്ട്. ആ. No complaints, no excuses, take 100% responsibility. യെസ്. നോ കംപ്ലൈൻറ്റ്സ്, നോ എക്സ്ക്യൂസസ്, ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. ഒരു ഗ്രേറ്റ് മന്ത്രമാണ് അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും ഇല്ല, എക്സ്ക്യൂസസും ഇല്ല. ഒരു എക്സ്ക്യൂസസ് ഉണ്ടാകുന്നവർക്കൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ, എക്സ്ക്യൂസസ് ഉണ്ടാകുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അതാണ് ഗോപിക നിങ്ങളോട് സൂചിപ്പിച്ചത്. എനിബഡി? ഓക്കെ, ലീഡേഴ്സ് എല്ലാവരും ഉണ്ടോ? ലീഡേഴ്സ് എല്ലാവരും ഉണ്ടോ? റസാഖ് സാർ? യെസ്, ഞാനുണ്ട്. പിന്നെ ഇതില് സിന്ധുമ്മയുണ്ട്, ബീന. ലീഡേഴ്സിന് കുറച്ച് സമയം നമ്മൾ ബുധനാഴ്ച ഒന്നും നടന്നിട്ടില്ല. കുറച്ച് ലീഡേഴ്സ് മീറ്റ് നടന്നിട്ട് പോസിബിൾ ആണോ ലീഡേഴ്സ് മീറ്റ്? താങ്ക് യു ഉണ്ണികൃഷ്ണ സാർ, കൃഷ്ണമൂർത്തി സാർ, ശ്രീജ മാം, ഷീജ മാം, ദിവ്യ മാം, നൗഫൽ. റസാഖ് സാർ പോസിബിൾ ആണോ? അല്ലെങ്കിൽ എല്ലാവർക്കും ലീവ് ചെയ്തോളൂ. ലീഡേഴ്സ് മാത്രം ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നാവും. ലീഡേഴ്സ് ബിസി ആണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സിന്ധു മാം? ഇല്ല, കുറവാണ്. കുറവാണ്. എന്നാൽ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ഓൾ. അപ്പോൾ ലീവ് ചെയ്തോളൂ. താങ്ക് യു. Thank you, sir. Thank you very much, sir. Thank you, sir. Thank you all. Thank you, sir. Thank you all. Have a nice day. Thank you, sir.